സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പരിചയക്കാരിൽ ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അവരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഒന്നാമതായി പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ഈ ശിർക്ക് നീ ഒഴിവാക്കണം. ഇന്ന് ചില ആൾക്കാരൊക്കെ സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങൾ അതല്ലാത്ത പല വിഷയങ്ങളാണ്. പല വിഷയങ്ങളിലും ഉപദേശങ്ങൾ നൽകും, പക്ഷേ അയാൾ ശിർക്ക് ചെയ്യുന്നുണ്ടാകും. സഹോദര, ആ ശിർക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഏത് സൽക്കർമ്മം ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. ശിർക്കിന്റെ ഗൗരവത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 3 വിഷയങ്ങളും അതിന്റെ തെളിവുകളും നമ്മൾ പഠിക്കുക. വേറെയും ധാരാളം ആയത്തുകളുണ്ട്, പക്ഷേ ദീർഘമായി പറയുന്നതിനേക്കാൾ നല്ലത് കുറച്ച് പറഞ്ഞിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഇനി ഒരു കാര്യം, ചില സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചിലർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാപ്പാക്കി നൽകുകയില്ല എന്ന് സൂറത്തുൻ നിസാഇൽ 2 തവണ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ, പ്രവാചകരെ ജനങ്ങളോട് പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ധാരാളം പാപങ്ങൾ ചെയ്തു പോയ അള്ളാഹുവിന്റെ അടിയാറുകളോട് പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകുന്നതാണ്. ഇപ്പൊ ചില സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പലരും ചോദിച്ചിട്ടുണ്ട്. ഒരായത്തിൽ അള്ളാഹു പറഞ്ഞു ശിർക്ക് മാപ്പാക്കുകയില്ല, വേറെ ആയത്തിൽ അള്ളാഹു പറയുന്നു എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു സംശയം ദൂരീകരിക്കുക? അഹ്ലുസുന്നയുടെ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് അമീൻ അശ്ശൻഖീതി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദഫഉ ഈഹാമിൽ ഇൽതിറാബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കുകയില്ല, ശിർക്ക് അല്ലാഹു മാപ്പാക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സൂറത്തുൻ നിസാഇന്റെ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? ശിർക്കിലായിരിക്കെ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അല്ലാഹു അവന് മാപ്പ് നൽകുകയില്ല എന്നാണ് ആ ആയത്തിന്റെ ഉദ്ദേശം. ഷിർക്കിലായിരിക്കെ ഒരു വ്യക്തി മരിച്ചുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയില്ല എന്നാണ് സൂറത്തുൻ നിസായിലെ 2 തവണ അല്ലാഹു പറഞ്ഞിരിക്കുന്ന ആ ആയത്തിന്റെ ഉദ്ദേശം. എന്നാൽ സൂറത്തു സുമറിൽ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പാക്കും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ജീവിതകാലത്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കും എന്നാണ്. അതുകൊണ്ട് ആ 2 ആയത്തും ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. സൂറത്തു നിസായിൽ മാപ്പാക്കുകയില്ല എന്ന് പറയുന്നത് മരണശേഷമുള്ള അവസ്ഥയാണ്. സൂറത്തു സുമറിൽ മാപ്പാക്കും എന്ന് പറയുന്നത് ജീവിതകാലത്തുള്ള അവസ്ഥയെ സംബന്ധിച്ചാണ്. ഇതാണ് പ്രധാനമായും പറയാനുള്ള ചില കാര്യങ്ങൾ ഷിർക്കുമായി ബന്ധപ്പെട്ട്. ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ നാട്ടിൽ ഷിർക്ക് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വളരെ ഗൗരവപൂർവ്വം നടക്കുന്നുണ്ട്. പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല, ചില സഹോദരങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അത്തരക്കാർക്ക് മനസ്സിലാകാൻ ചില ഉദാഹരണങ്ങൾ പറയാം. സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, ഇസ്ലാമിന്റെ ആശയം അനുസരിച്ച് നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റുകൾ നമ്മൾ ആരോടാണ് അവലാതി പറയേണ്ടത്? ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. അവനോട് മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകനോട് അവലാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാപങ്ങൾ മാപ്പാക്കി നൽകാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇതാണ് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത്, ഇതാണ് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു പറഞ്ഞു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആർക്കാണ് പാപങ്ങൾ മാപ്പാക്കാൻ സാധിക്കുക? സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ ഗഫൂറുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മാപ്പാക്കുന്നവനാണ്. ഇതിന് വിപരീതമായി പല സഹോദരങ്ങളും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. പല സഹോദരങ്ങളും നാട്ടിലുള്ള സാധാരണ സുന്നികൾ എന്ന് പറയുന്ന, അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ, സുന്നികൾ എന്ന് പറയുന്നവരോട് നിങ്ങൾ ചോദിക്കുക, പാപങ്ങൾ ആരോടാണ് പറയേണ്ടത്? ആരാണ് നമുക്ക് മാപ്പാക്കി തരേണ്ടത്? അവരും പറയും അള്ളാഹുവിനോടാണ്. പക്ഷെ അവരറിയാതെ, പല സഹോദരങ്ങളും അറിയാതെ പാടുന്ന പല കാര്യങ്ങളിലും അള്ളാഹു അല്ലാത്തവരോട് പാപമോചനം ആവശ്യപ്പെടുന്നുണ്ട്. 1-2 ഉദാഹരണം ഞാൻ പറയാം. മംഗൂസ് മൗലിദ് എന്ന് പറയുന്ന വളരെ പ്രചാരണത്തിലുള്ള ഒരു ബൈത്താണ് നമ്മുടെ നാട്ടിൽ. അതിലുള്ള ചില വചനങ്ങൾ, ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് അതിന്റെ അർത്ഥം? ഇർതകബ്തു അലൽ ഖത, ഞാൻ തെറ്റുകൾ ചെയ്തു, ഗൈറ ഹസ്രിൻ വഅദദ്, അതിന് എണ്ണവും കണക്കൊന്നുമില്ല, അത്രയും ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തു. ലക അശ്കു ഫീഹി, ആ തെറ്റുകളിൽ ഞാൻ താങ്കളോട് അവലാതി ബോധിപ്പിക്കുന്നു, സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവായ പ്രവാചകരെ എന്ന് മംഗൂസ് മൗലിദിലുള്ള വചനം. സഹോദരങ്ങളെ, ആരാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും വലിയ പുണ്യം വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബൈത്താണിത്.
അവർ ഈ വാക്കുകൾ പറയുമ്പോൾ പല ആൾക്കാരും വിശ്വസിക്കുന്നില്ല, പല ആൾക്കാർക്കും അതിന്റെ അർത്ഥം അറിയില്ല. ഇത്രയും ഗൗരവപ്പെട്ട വാദം പരിശുദ്ധമായ ഖുർആനിനും സുന്നത്തിനും എതിരായിട്ടുള്ള വാദമാണ് മൻഖൂസ് മൗലൂദിൽ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ സുബ്ഹാന മൗലിദിലും ഷറഫുൽ അനാ മൗലിദിലും നമുക്ക് കാണാം, അതിൽ ഒരു വരി അൻത ഗഫാറുൽ ഖതായ വദ്ദുനൂബൽ മൂബിഖാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തമായി കൊണ്ട് പറയുന്നു, അൻത ഗഫാറുൽ ഖതായ, പ്രവാചകരെ താങ്കളാണ് പാപങ്ങൾ മാപ്പാക്കി തരുന്നവർ, താങ്കളാണ് പാപങ്ങൾ മാപ്പാക്കി തരുന്നവർ. വദ്ദുനൂബൽ മൂബിഖാതി, വലിയ വലിയ മനുഷ്യൻ പിഴച്ചു പോകുന്ന തെറ്റുകൾ, വലിയ വലിയ പാപങ്ങൾ അത് മാപ്പാക്കി തരുന്നവരാരാണ്? താങ്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായി സുബ്ഹാന മൗലിദിലും ഷറഫുൽ അനാ മൗലിദിലും ഒക്കെ കാണാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ മാപ്പാക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുന്നി മുജാഹിദൊക്കെ ഒരു വശത്ത് വിട്, നമ്മൾ ചിന്തിക്കുക സഹോദരങ്ങളെ, ഖുർആനിന്റെ ആശയത്തിൽ പാപങ്ങൾ മാപ്പാക്കാൻ ആർക്കാ സാധിക്കൂ? അള്ളാഹുവിന് മാത്രം. എന്നാൽ ഷറഫുൽ അനാ മൗലിദിലും സുബ്ഹാന മൗലിദിലും ഒക്കെ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇസ്തഗ്ഫിറുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അവനോട് പാപമോചനം ചോദിക്കുക. ഇത് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാനുള്ള കാരണം എന്താണ്? നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിനുള്ള ഗുരുതരമായ വശങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇത് പ്രത്യേകിച്ചൊരു സംഘടനയുടെയോ വിഭാഗത്തിന്റെ ആശയമല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ഇന്ന് നാട്ടിൽ അങ്ങനെയുള്ള ഒരു പുകമറ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും തൗഹീദ് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു വിഭാഗത്തിന്റെ ആശയമായിട്ട് പല ആൾക്കാരും ചിത്രീകരിക്കുന്നു.